കുമ്പളം അനന്തപുരത്തെ പടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തം. സംഭവത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. രാവിലെ 10 മണിയോടെയാണ് ശാലയിൽ വലിയ സ്ഫോടനമുണ്ടായത്. ഇതേ തുടർന്ന് ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. This news sponsored by Yenapoya Speciality Hospital, Kodiyalbayal, Mangalore. അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ റെഡ് ഫോർട്ട് പടക്ക നിർമ്മാണശാലയ്ക്കാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ വലിയ സ്ഫോടനമുണ്ടാവുകയായിരുന്നു. അപകടത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പടക്ക നിർമ്മാണശാലയിലെ മിക്സിംഗ് യൂണിറ്റ് ഷെഡ് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നു. ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ശിവകാശി സ്വദേശികളായ ശങ്കർ, കുറുപ്പുസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്ഫോടനമുണ്ടായ ഉടൻ ഇവർ പുറത്തേക്ക് ചാടിയതിനാൽ ഗുരുതര പരിക്കുകളിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മിക്സിംഗ് യൂണിറ്റ്, അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ കേന്ദ്രം, ഫിനിഷിംഗ് ഷെഡ് തുടങ്ങി 25ഓളം ഷെഡുകളാണ് ഈ നിർമ്മാണശാലയിലുള്ളത്. പുറത്തു കൂട്ടിയിട്ട മാലിന്യത്തിൽ നിന്നും തീ പടർന്നതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് കരുതുന്നത്. അപകടം നടന്ന ഒരു ഷെഡിലും പ്രാഥമിക അഗ്നിരക്ഷാ ഉപകരണമായ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ അഗ്നിരക്ഷാ വകുപ്പിന്റെ NOC ഇല്ലാതെയാണ് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നതെന്നും ആരോപണമുണ്ട്. എത്രത്തോളം വെടിമരുന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകളും ലഭ്യമായിട്ടില്ല. കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, ഉപ്പള നിലയങ്ങളിൽ നിന്നായി എത്തിയ 4 യൂണിറ്റ് അഗ്നിരക്ഷാസേനയാണ് തീയണച്ചത്. അനന്തപുരം സ്വദേശിയായ P. മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഗ്നിബാധയ്ക്കിരയായ പടക്ക നിർമ്മാണശാല. ന്യൂസ് ബ്യൂറോ, ഉപ്പള.